ക്രൂശിത രക്ഷക വിമോചന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നു മുതൽ നമ്മൾ ഈ നോമ്പുകാല ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രത്യേകിച്ച് നോമ്പുകാലത്തിൻ്റെ ആദ്യ ദിവസം നമ്മൾ ധ്യാനിക്കാനെടുത്തതുമായ വചനഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 4, ലൂക്കായുടെ സുവിശേഷം 4, മർക്കോസിൻ്റെ സുവിശേഷത്തിലും വളരെ പ്രധാനപ്പെട്ട 1-ാം അധ്യായത്തിലുമാണ്. യേശുവിൻ്റെ പ്രലോഭനത്തെയാണ് നമ്മൾ എടുത്തത്. തീർച്ചയായിട്ടും നോമ്പുകാലം മുഴുവനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു കരുത്തെടുക്കാനുള്ള ഒരു പരിശ്രമവും നമ്മുടെ അനുദിന ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇല്ല, തീർച്ചയായിട്ടും എന്തോരം കാര്യങ്ങളാണ് നമ്മൾ നോമ്പ് കാലത്ത്. കഴിഞ്ഞ ദിവസം ഞാനൊരു കൂട്ടായ്മയുടെ നോമ്പിനെ കുറിച്ച് അറിഞ്ഞതാണ്. അതിലെ കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ ദൈവമേ, അതൊരു 3 മാസത്തേക്കാണ്, 50 ദിവസത്തേക്കല്ല, 3 മാസത്തേക്കാണ്. ആ 3 മാസത്തെ നോമ്പ് മുന്നോട്ട് തുടരുവാണെങ്കിൽ, ശരിക്കും 3 മാസം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ പുതിയ ശീലങ്ങൾ നമ്മളിൽ വർദ്ധിക്കും. അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇതാണ്. ഒന്ന്, മൊബൈലുമായിട്ടുള്ള അമിതമായ മൊബൈലിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അത്യാവശ്യം വേണ്ട കാര്യത്തിനല്ലാതെ വേറൊരു കാര്യത്തിനും മൊബൈൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മൊബൈലിലൂടെ സിനിമ കാണാനോ ഗെയിമിൻ്റെ വീഡിയോസ് കാണാനോ പാടുള്ളതല്ല. പിന്നെ 1 മണിക്കൂർ സ്ട്രിക്റ്റായിട്ട് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലിരിക്കണം. ചായ, കാപ്പി, പാലൊഴിച്ചത് പാടില്ല. മധുരം ഉപയോഗിക്കാൻ പാടില്ല. ഐസ്ക്രീം, കേക്ക്, ഇതൊക്കെ മധുരമുള്ളതാണ്, ഇതൊന്നും കഴിക്കാൻ പാടില്ല. നോക്കിക്ക്, അങ്ങനെ കുറച്ച് ദിനചര്യകൾ കൂടി വേറെയുണ്ട്. അതിരാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തെക്കുറിച്ചും പിന്നെ ചൂടുവെള്ളം കുളിക്കാൻ ഉപയോഗിക്കരുതെന്നും അങ്ങനെയുള്ള കുറേ ചൂടുവെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് യഥാർത്ഥത്തിൽ നമ്മൾ അല്പം കൂടി എന്നാ ചെയ്യുന്നത്, നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രലോഭകൻ അനുവദിക്കുന്ന പ്രലോഭനങ്ങളെയും ഈശോയുടെ അല്പം കൂടി ആത്മീയ ബന്ധത്തിൽ വളരാനുള്ള വഴികളെയും മനസ്സിലാക്കി അതിനുള്ള എളിയ പരിശ്രമം, ധ്യാനം എല്ലാ നോമ്പുകാലത്തിലും നടക്കുന്നുണ്ട്. സഭയുടെ കാഴ്ചപ്പാടിൽ നോമ്പുകാലം എന്ന് പറയുന്നത് സഭയുടെ ധ്യാനമാണ്, വാർഷിക ധ്യാനം എന്ന് പറഞ്ഞാൽ ഈ 40 അല്ലെങ്കിൽ 50 ദിവസക്കാലം തീർച്ചയായിട്ടും നമ്മൾ ഒരു ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ പൂർണ്ണമായി വിശകലനം ചെയ്ത് ആത്മശോധനയ്ക്ക് വിധേയമാക്കി ഒരു ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും പ്രലോഭനമുണ്ട്. ഈ ലോക ജീവിതത്തിൽ പ്രലോഭനമില്ലാത്ത ആരും തന്നെ ഇല്ല. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഒരു യൂണിവേഴ്സൽ തീരുമാനമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. പിശാച് ലോകത്തിലുള്ള സകലരെയും പ്രലോഭിപ്പിക്കുന്നുണ്ട്. ഈശോ പോലും പ്രലോഭിപ്പിക്കപ്പെട്ടു. വചനം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15 പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ആര്? ഈശോ. എല്ലാ കാര്യങ്ങളിലും എന്നെയും നിങ്ങളെയും പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് ഈശോ. പക്ഷേ വചനം പറയുന്നു, അവൻ പാപം ചെയ്തില്ല. പാപമൊഴികെ എല്ലാറ്റിലും നമ്മെ പോലെ സമനായിരുന്നു അവൻ. എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും പരീക്ഷണങ്ങളിലൊക്കെ അവൻ നമ്മെ പോലെ, യേശു നമ്മെ പോലെ സമനായിരുന്നു. കർത്താവിനെ പിശാച് പരീക്ഷിക്കപ്പെടാനായിട്ട് ദൈവം അനുവദിച്ചു. എന്നിട്ട് കുട്ടിക്കൊണ്ടുപോയത് മരുഭൂമിയിലേക്ക്. അപ്പോൾ നമ്മുടെയൊക്കെ മരുഭൂമി അനുഭവങ്ങളിൽ, നമ്മളൊക്കെ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതാകട്ടെ ഈ നോമ്പുകാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന. നമ്മുടെ സ്വകാര്യതകളിൽ തമ്പുരാനോടുള്ള സ്നേഹം അതുപോലെ തന്നെയുണ്ടോ? ഉടയാതെ, തകരാതെ, അതിൽ മാലിന്യമില്ലാതെ എനിക്ക് എൻ്റെ ഈശോയെ എൻ്റെ സ്വകാര്യതയിലും സ്നേഹിക്കാൻ പറ്റും. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടോ, അച്ഛാ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ മൊബൈലിലൂടെ ഞാൻ ദൂരം പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സ്വകാര്യതകളിൽ, അച്ഛാ എൻ്റെ കുടുംബത്തിൽ നകന്നു നിന്ന സമയത്ത്, നാട്ടിലില്ലായിരുന്ന സമയത്ത്, വിദേശത്തായിരുന്ന സമയത്ത്, എൻ്റെ ജീവിത പങ്കാളിയിൽ നകന്നു നിന്ന സമയത്ത്, അച്ഛോ എത്രയോ വട്ടം എൻ്റെ മൊബൈലിലൂടെ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. എൻ്റെ അടച്ചിട്ട മുറികളിൽ എൻ്റെ ജഡത്തിൻ്റെ ബലഹീനതകളെ കടിമപ്പെട്ട് എത്രയോ വട്ടം എൻ്റെ ശരീരത്തിൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. പുറമെ എക്സ്ട്രാ ഡീസൻറ്റ് കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കുന്നു, കൂട്ടായ്മകളിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നു, എല്ലാവരുടെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നു. ചാച്ചാ എനിക്കറിയാം എൻ്റെ അവസ്ഥ എന്താണെന്ന്. എൻ്റെ സ്വകാര്യതകളിൽ എൻ്റെ ജഡത്തിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധി പോലും എനിക്ക് സൂക്ഷിക്കാൻ പറ്റാതെ ചില ലൈംഗിക വൈകൃതങ്ങൾക്കും എൻ്റെ കണ്ണിൻ്റെ അശുദ്ധിക്കും ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന എത്രയോ പേരെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. മക്കളെ, വീണ്ടും അച്ഛൻ ആവർത്തിക്കുന്നു, നിന്റെ മരുഭൂമി അനുഭവങ്ങളിലൂടെ
കടന്നു പോകാൻ ദൈവം അനുവദിക്കുമ്പോൾ, വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ സ്ട്രെങ്ത്? നിന്റെ ആത്മീയ കരുത്ത് പരിശോധിക്കപ്പെടുന്ന സമയമാണ്. നിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു, നിന്റെ ആത്മീയ കരുത്ത് പരിശോധിക്കപ്പെടുന്നു. ഇത്രയും നാളുകൊണ്ട് നീ എത്രമാത്രം ആത്മീയമായി വളർന്നു എന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന സമയമാണിത്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അതാണ് ആ പ്രലോഭനത്തിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. ഇപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പ്രലോഭനം നെഗറ്റീവായിട്ട് തോന്നുന്നു, ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞു ദൈവം അനുവദിക്കുന്നതൊക്കെ നമ്മുടെ നന്മയ്ക്കാണെന്ന്. അങ്ങനെയെങ്കിൽ പ്രലോഭനത്തെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി നോക്കി കാണാവൂ. പ്രലോഭനത്തിൽ നിന്നും നമ്മൾ ഓടി അകലാനൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയാമോ? ഈ പ്രലോഭനത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം, എന്നാലും ഓടി അകലാൻ പറ്റും. ഈ പ്രലോഭനം ദൈവം നമ്മളിൽ അനുവദിക്കുമ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്യുന്ന വഴികളാണ് ഓടി അകലുക, ചെറുത്ത് നിൽക്കുക, വചനം കൊണ്ട് എതിർക്കുക, കർത്താവിനോട് ഐക്യപ്പെട്ട് നിൽക്കുക. ഇതൊക്കെ പ്രലോഭനത്തെ എതിർക്കാനുള്ള വഴിയാണ്. കൂദാശ ജീവിതം നയിക്കുക, ഇതൊക്കെ പ്രലോഭനങ്ങളെ ചെറുക്കാനുള്ള വഴികളാണ്. എങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട തന്നെ പ്രലോഭനങ്ങളെ തിരിച്ചറിയാന്നുള്ളതല്ലേ? പ്രലോഭനങ്ങളെ തിരിച്ചറിയാന്നുള്ളതല്ലേ? അതെ. അപ്പോൾ ഉന്നത, ശ്രദ്ധിച്ചു കേട്ടോ. ഇനി അടുത്തത് ഇതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം കൂടി അച്ഛൻ പറയാം. പ്രലോഭനങ്ങൾ, ഒരു വ്യക്തി ഒരു പ്രലോഭനം ലഭിക്കുന്നത് ഒരു ഉന്നതമായ നിയോഗം ലഭിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അച്ഛൻ വീണ്ടും ആവർത്തിക്കാം. നിനക്ക് ഒരു ഉന്നതമായ നിയോഗവും, നിനക്കൊരു ഉന്നതമായ വിളിയും, നിനക്കൊരു ഉന്നതമായ ദൈവസ്നേഹത്തിന്റെ അനുഭവം, നിനക്കൊരു ഉന്നതമായ ശുശ്രൂഷ ജീവിതവും സ്വർഗം നിന്റെ മേൽ കനിഞ്ഞു നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് നിന്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട ഈ പ്രലോഭനം. ചിലർക്ക് കർത്താവ് പ്രലോഭനങ്ങൾ അനുവദിക്കുമ്പോൾ അവന്റെ മരുഭൂമി അനുഭവത്തിൽ കമന്ന് കിടക്കുക, സുല്ലക്കിട്ടിങ്ങനെ സറണ്ടർ ചെയ്ത്. അതിനല്ല സറണ്ടർ, പിശാചിന്റെ മുമ്പിൽ, പിശാച് അനുവദിക്കുന്ന പ്രലോഭനങ്ങളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാനല്ല, എഴുന്നേറ്റ് നിൽക്കാനാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് പറയാവോ ഹല്ലേലൂയ? അപ്പോൾ പ്രലോഭനങ്ങൾ തന്ന ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കായി മാറ്റാൻ കഴിവുള്ള കർത്താവ്. നിന്റെ ജീവിതത്തിൽ അനുവദിച്ച, ഇപ്പോൾ നീ കടന്നു പോകുന്ന ഈ പ്രലോഭനം ഉണ്ടല്ലോ, നിന്റെ നാവിൻ്റെ, നിന്റെ കണ്ണിൻ്റെ, നിന്റെ ജഡത്തിൻ്റെ, നിന്റെ ഇഷ്ടങ്ങളുടെ, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖല ആകട്ടെ, ആ പ്രലോഭനങ്ങളിൽ തമ്പുരാൻ നിന്നെ അതിലൊരു കരുത്തെടുത്തിട്ട്, ആ കല്ലുകളെ അപ്പമാക്കാതെ അതിൻ്റെ മേൽ കരുത്തെടുക്കുമ്പോൾ നിന്നെ ഉന്നതമായ ഒരു ദൗത്യത്തിലേക്ക്, യേശുവിനെ നയിച്ചതുപോലെ വലിയ ദൗത്യത്തിലേക്ക് കർത്താവ് നിന്നെയും കൈപിടിച്ചു ഉയർത്തുന്ന സമയമാണ്. മക്കളെ, നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സമയമാണ്. കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് യൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കാണാം. തൻ്റെ മാറിൽ മോളെ, മോനെ നിന്നെ ചേർത്ത് നിർത്തുന്ന നിമിഷമാണത്. നിന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നിന്റെ സങ്കടങ്ങളെയും നിന്റെ വേദനകളെല്ലാം ഈശോ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ. നിന്നെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നീ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും ദുഃഖദുരിതങ്ങളെല്ലാം ഈശോ നിന്നോ ചേർത്ത് നിർത്തുമ്പോൾ കൂടെ നിർത്തുന്നില്ലേ? ആ മാറോട് ചേർത്ത് നിർത്തുന്ന, മാറിലെ ചോര കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കണ്ണു തുറന്ന് കർത്താവിനെ കാണാം. 23-ാം സങ്കീർത്തനത്തില് വളരെ അതിശക്തമായി നമ്മൾ സ്പർശിക്കുന്ന വചനമാണ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മക്കളെ, നമ്മൾ നടന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥ വ്യത്യസ്തമൊന്നുമല്ല. ഈ പറയുന്ന അവസ്ഥ തന്നെ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അനേകര് ഇതിനകത്തുണ്ടാകാം. ഒരുപക്ഷെ ശാരീരിക മരണം മാത്രമല്ല മരണം എന്ന് പറയുന്നത്. മനസ്സ് മരവിച്ചു പോയ ജീവിതങ്ങൾ ഉണ്ടാകാം. കൂടെ വസിക്കുന്നവരുടെ വേദനകളോ സങ്കടങ്ങളോ കണ്ണുനീരോ അവരനുഭവിക്കുന്ന ജീവിതത്തിന്റെ നൊമ്പരങ്ങളോ ഒന്നും കാണാൻ പറ്റാതെ മരവിച്ച മനസാക്ഷിയുമായി കഴിയുന്നവര് നമ്മുടെ കൂടെ ഉണ്ടാകാം. മനസാക്ഷി മരവിച്ചു പോയ ജീവിതങ്ങൾ, മരിച്ചു, അവരുടെ മനസാക്ഷി മരിച്ചു. ആത്മീയ മരണം സംഭവിച്ചവരുണ്ടാകാം.
അല്ലെങ്കിൽ അങ്ങനെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. പാപത്തിന്റെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, അവിശ്വസ്തതയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവര്, മരണം നിഴൽ വീണ ജീവിതത്തിന്റെ അവസ്ഥയാണത്. ആത്മാവിൽ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആ മരണത്തിന്റെ നിഴലടിച്ചുകൊണ്ടിരിക്കുന്നതും അറിയാതെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. തമ്പുരാനെ, ഒരൊറ്റ ശരീരം പോലും മരിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകാം. പലവിധ രോഗങ്ങൾ മൂലം ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം. വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവില് ചങ്കുമുറിയുന്ന ജീവിതം ഭാരവുമായിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിക്കാൻ വന്നിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടല്ലോ. തമ്പുരാനെ, നീ ഇവരുടെ ഇടയനായിട്ട് ഇപ്പൊ മാറണേ. നിന്റെ മുറിവ് ഇവർക്ക് സൗഖ്യമായിട്ട് മാറട്ടെ. നിന്റെ സ്നേഹം ഇവർക്ക് സംരക്ഷണമായിട്ട് ഇപ്പൊ മാറട്ടെ. ഈ മക്കൾ ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കർത്താവേ, മരണം നിഴൽ വീണ ജീവിതത്തിന്റെ അനുഭവങ്ങളിലേക്ക് കർത്താവേ നീ ഇറങ്ങിച്ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ആമേൻ. കർത്താവിന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എല്ലാ ഭയത്തിന്റെ അരൂപികളും വിട്ടുമാറിപ്പോകട്ടെ. എല്ലാ ആകുലതകളുടെ അരൂപികളും വിട്ടുമാറിപ്പോകട്ടെ. നാളെയെ കുറിച്ചുള്ള എല്ലാ ഭയത്തിന്റെ അരൂപികൾ, ആകുലതയുടെ അരൂപികൾ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തത്താൽ അഴിഞ്ഞു പോകട്ടെ. രോഗഭയങ്ങള്, മരണഭയങ്ങള്, അകാരണ ഭയങ്ങള്, മരണത്തിന്റെ ഭയത്തിന്റെ കാരണം എന്തെന്നറിയാത്ത രീതിയിൽ ഈ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭയത്തിന്റെ സ്പിരിറ്റുകളെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു. വിട്ടുപോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം മുട്ടുകുത്തുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,